പാർത്ഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർത്ഥ നമ്മുടെ വീട്ടിൽ വന്നിട്ട് 8 വർഷത്തോളമാവുന്നു. ഈ 8 വർഷമായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് പാർത്ഥ. പിന്നെ പാർത്ഥനെ കുറിച്ച് ഈ നാട്ടിലെല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ്. സീസണിൽ ഒരു 100ഓളം പരിപാടികൾ ഇവൻ എടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ലാലേട്ടൻ്റെ ഏതൊരു പടം റിലീസായാലും പാർത്ഥൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാറുണ്ട്. ലാലേട്ടൻ്റെ 2 സൂപ്പർ ഹിറ്റ് പടങ്ങൾ വിജയിപ്പിച്ചതിൻ്റെ പിന്നിലും പാർത്ഥനാണ്. മോഹൻലാൽ ഫാൻസുകാർക്കെല്ലാം ഏറ്റവും അധികം പ്രിയപ്പെട്ടത് ഒരാന കൂടിയാണിത്. ലാലേട്ടൻ്റെ ഏതൊരു പടത്തിനും റിലീസിങ്ങിനും പാർത്ഥനെ അവർ ആവശ്യപ്പെടാറുണ്ട്. പിന്നെ ചട്ടക്കാരില്ലാത്തപ്പോൾ പോലും വീട്ടിലുള്ളവർക്കും നമുക്കും എല്ലാം അടുത്ത് ചെല്ലാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമോ ഇന്നേവരാർക്കും പാർത്ഥനെ കുറിച്ചില്ല. സിനിമയിൽ അഭിനയിക്കുന്നതും സിനിമാ പെട്ടി ചുമക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ആരെയും പോലെ പാർത്ഥനും അറിയാം. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണോ സിനിമാ പെട്ടി ചുമക്കുവാൻ പോയതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇവൻ നല്ല ചുട്ട മറുപടി തന്നെ നൽകും. അല്ലെങ്കിലും അസൂയക്കാരില്ലാത്ത നാടാണല്ലോ ഈ കേരളം. പാർത്ഥന് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം വല്ലാതെയുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പല കൊമ്പന്മാരെയും പലയിടത്ത് വെച്ചും പരിചയപ്പെട്ടിട്ടുണ്ട്. ചിലരുടെ സിനിമകൾ കണ്ടിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ വിഷയം സിനിമാ പെട്ടി ചുമന്നതാണ്. ഈ കളിയാക്കുവാൻ വരുന്നവർക്കറിയാമോ ആരുടെ സിനിമാ പെട്ടിയാണ് ചുമന്നതെന്ന്? എല്ലാവർക്കും അറിയാം. സാക്ഷാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ഹലോ, പ്രമാണി എന്നീ ചിത്രങ്ങളുടെ ഫസ്റ്റ് പ്രിന്റും ചുമന്നുകൊണ്ടാണ് ഇവൻ സിനിമാ തിയേറ്ററിലേക്ക് പോയത്. എന്തൊരു ആർപ്പുവിളിയായിരുന്നു അന്ന്. അത് കണ്ടവർക്ക് ഒട്ടും സഹിക്കില്ല, തീർച്ച. ഫാൻസ് അസോസിയേഷൻകാരുടെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു ആ ഭാഗ്യം ലഭിച്ചത്. ഐശ്വര്യമുള്ള ഒരു ആനയെ ഫസ്റ്റ് പ്രിന്റും കൊണ്ട് പോകുവാൻ അന്വേഷിച്ചവർക്ക് പാർത്ഥനിലാണ് വിശ്വാസം വന്നത്. മോഹൻലാലിൻ്റെ വൻ വിജയം നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ 2 ചിത്രങ്ങളും ഇടം നേടുകയും ചെയ്തു. പാർത്ഥൻ ഇന്ന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ടവനാണ്. കൊല്ലത്ത് ഇനിയും ലാലേട്ടൻ്റെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ സംശയം വേണ്ട, ഫസ്റ്റ് പ്രിൻ്റ് എടുക്കുന്നത് പാർത്ഥനായിരിക്കും. കൊല്ലം ജില്ലയിലെ മയ്യനാട്ടുള്ള കരിക്കത്തഴിയം തറവാട് ഇന്ന് പാർത്ഥസാരഥിയുടെ പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. പണ്ട് മുതലേ ബിസിനസ് രംഗത്ത് പേരും പെരുമയും നേടിയിട്ടുള്ള ഇവർക്ക് ഒരാനയെ വാങ്ങുവാനുള്ള പ്രചോദനം നൽകിയത് പ്രമുഖ ആന മുതലാളിയും കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളെ വളർത്തുകയും മോഹിച്ചു വന്നവർക്കെല്ലാം അവയെ നൽകുകയും ചെയ്തിട്ടുള്ള ശ്രീ ആതിര രവിയാണ്. കൊല്ലത്തെ പ്രമുഖനായ ആതിര രവിയുടെ ബന്ധു കൂടിയാണ് കരിക്കത്തഴിയത്ത് തറവാട്ടിലെ രാജു. ഒരാനയെ ആദ്യമായി വാങ്ങുവാൻ രാജു പോകുന്നത് ആതിര വീട്ടിലേക്കായിരുന്നു. ആതിര രാജശേഖരനും വൈക്കം വേണുഗോപാലും അറപ്പൂക്കര അനന്തപത്മനാഭനും ഇടക്കുന്നി രാജേന്ദ്രനുമെല്ലാം സർവ്വ അലങ്കാരത്തോടെ വിലസി നിന്നിട്ടുള്ള ആതിര വീട്ടിൽ നിന്നും പക്ഷേ രാജുവിന് ആനയെ വാങ്ങുവാനായില്ല. ഒരുപക്ഷെ പാർത്ഥന് ഈ വീട്ടിൽ വന്നു ചേരാനുള്ള യോഗം ശേഷിക്കുന്നത് കൊണ്ടാകണം അന്ന് ആ ശ്രമം വിജയിക്കാതിരുന്നത്. ആറ്റുനോറ്റ് കാത്തിരുന്ന് അങ്ങനെ ലഭിച്ച പാർത്ഥനെ ഇവർ കൂപ്പിലെ പണിക്കൊന്നും വിടാറില്ല. ഒരിക്കൽ റബ്ബർ തടി പിടിക്കുവാൻ പോയ പാർത്ഥൻ അവിടെ നിന്നും ആവശ്യത്തിലേറെ ഇല കഴിച്ചു. റബ്ബർ മരത്തിൻ്റെ ഇലയിലുള്ള മധുരം പാർത്ഥനെ കൂടുതൽ ഇല കഴിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ആ തീറ്റ ശരീരത്തിൽ കുറച്ച് കുഴപ്പം ചെയ്തു. അതോടെ പാർത്ഥനെ പുറംപണിക്ക് വിടുന്ന പരിപാടി വീട്ടുകാർ മതിയാക്കി. അമ്പലങ്ങളിൽ പോവുക, ഉത്സവം ഭംഗിയാക്കുക, വീട്ടിലേക്ക് മടങ്ങുക, ഇതാണ് ഇപ്പോഴിവൻ്റെ ചിട്ട.